ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വിവാഹം കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയ ഹരിയും നിത്യയും പൂജാമുറിയിൽ നിന്ന് പരസ്പരം പ്രാർത്ഥിക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഹരി നിത്യയ്ക്കും, നിത്യ ഹരിക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഇതേ സമയം ജീവൻ നിത്യയെ അന്വേഷിച്ച് സുജാതയുടെ വീട്ടിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അവിടെ ഡോർ അടച്ചിട്ടിരിക്കുകയാണ്. ജ്യോതി എന്ന് പറഞ്ഞ് വാതിൽ തട്ടി വിളിക്കുന്നുണ്ട് ജീവൻ. തുടർന്ന് വീണയെ കാണിക്കുന്നു. വീണ വളരെ ദേഷ്യത്തോടെ നിത്യയും ഹരിയെയും നോക്കുന്നുണ്ട്. തൊട്ടരികിൽ അമ്മാവനും സുജാതയും ജ്യോതിയും ശരവണനും ഒക്കെയുണ്ട്. കല്യാണിക്ക് അവളുടെ അമ്മയെ തിരിച്ചു കൊടുക്കുമെന്നല്ലേ നീ വെല്ലുവിളിച്ചത്? കല്യാണിയുടെ അമ്മ ഞാനല്ലേ, എന്നിട്ട് നീ എന്തിനാടി വിവാഹം കഴിച്ചത്? വീണ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാനും ഹരിയും തമ്മിൽ വിവാഹം കഴിച്ചില്ലെങ്കിൽ വീണ ആത്മഹത്യ ചെയ്യുമെന്നല്ലേ പറഞ്ഞത് എന്നെ നിത്യ ചോദിക്കുമ്പോൾ വീണ എന്താ എന്നിങ്ങനെ എടുത്ത് ചോദിക്കുന്നു. എന്താ നീ പറഞ്ഞത് എന്നെ വീണ്ടും ചോദിച്ചു. എടി, നിത്യ പറഞ്ഞത് സത്യമാണ്. ഞാനും നിത്യ വിവാഹം കഴിച്ചില്ലെങ്കിൽ മരിക്കുമെന്ന് നീയല്ലേ അമ്മാവനോട് പറഞ്ഞത് എന്നെ ഹരിയും പറയുമ്പോൾ അമ്മാവനെ നോക്കുകയാണ് വീണ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ? അത് കൊള്ളാലോ. ഹരി നിത്യ വിവാഹം കഴിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടോ? എന്താ തല താഴ്ത്തി നിൽക്കുന്നത്? എല്ലാവരും കേൾക്കട്ടെ എന്നൊക്കെ വീണ അമ്മാവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അമ്മാവനോട് ചോദിക്കുന്നു. നിങ്ങളോട് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുന്നു, വളരെ ദേഷ്യത്തോടെ തന്നെ. അമ്മാവനൊന്നും മിണ്ടാതെ നിന്നപ്പോൾ ഹരി അമ്മാവനോട് ചോദിക്കുന്നുണ്ട്, അമ്മാവൻ എന്താ ഒന്നും മിണ്ടാത്തത്? ഇവൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നോ? അമ്മാവൻ സത്യം എന്താണെന്ന് ഒന്ന് പറയേ എന്ന് ഹരി വീണ്ടും പറയുന്നു. അത് നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ലെന്ന് തന്നെയാണ് അവൾ പറഞ്ഞത്. ഞാൻ കള്ളം പറഞ്ഞതാണെന്ന് അമ്മാവൻ പറയുന്നു. കേട്ടല്ലോ, എല്ലാവരും കേട്ടല്ലോ. ഇതാണ് എൻ്റെ അച്ഛൻ. ഈ നിൽക്കുന്ന എല്ലാവരെയും ഒരുപോലെ പറ്റിച്ച ഈ മനുഷ്യനെയാണ് ഞാൻ സ്നേഹിക്കുന്നതും അച്ഛ എന്ന് വിളിക്കേണ്ടതും. ഇനിയും ഒരു പരിപാടി ഉണ്ടല്ലോ എന്നെ ഇവിടുന്ന് പുറത്താക്കി കളയൂന്ന്. അങ്ങനെയൊന്ന് ചെയ്ത് നോക്ക്, അപ്പോൾ കാണാം വീണയുടെ തനി സ്വഭാവം എന്താണെന്ന് എന്നൊക്കെ വീണ ഇപ്പോൾ ദേഷ്യത്തോടെ അമ്മാവനോട് പറയുന്നു. ജീവിച്ചിരിക്കുന്ന ഭാര്യയുടെ വിവാഹാശംസകൾ കിട്ടുന്നത് ചെറിയൊരു കാര്യമല്ല ഹരിയേട്ടാ. നന്നായിരിക്കട്ടെ, എല്ലാം നന്നായിട്ട് നടക്കാൻ തന്നെ ഞാൻ നോക്കാം. നാണം കെട്ട ഒരു കുടുംബവും അന്തസ്സില്ലാത്തൊരു കല്യാണവും എന്ന് പറഞ്ഞ് വീണ അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം ജീവൻ താഴെ നിൽക്കുകയാണ്. സുജാതയെ അവിടെയൊക്കെ അന്വേഷിക്കുന്നു. അമ്മയെ എന്നെ ആ ജനലിൻ്റെ അരികിലേക്കൂടെയൊക്കെ വന്ന് നോക്കുന്നുണ്ട്, വിളിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവിടെ എങ്ങും ആരുമില്ല. എന്നെ ചതിക്കാൻ അമ്മാവന് എങ്ങനെ തോന്നി? എന്നെ മാത്രമായിരുന്നില്ലല്ലോ, ഈ നിൽക്കുന്ന എല്ലാവരെയും ചതിച്ചില്ലേ? ഇതുകൊണ്ട് എൻ്റെ നേട്ടം ഉണ്ടായെന്ന് പറയേ എനിക്ക് നിത്യ അമ്മാവനോട് ചോദിക്കുമ്പോൾ അമ്മാവൻ എന്തു പറയണമെന്നറിയാതെ വല്ലാത്ത വിഷമത്തോടെ നിൽക്കുന്നുണ്ട്. മോളെന്നോട് പൊറുക്കണം എന്ന് കൈകൂപ്പിക്കൊണ്ട് അമ്മാവൻ അവനോട് പറയുന്നു. ഹരിയോടൊപ്പം ജീവിച്ച ഭാര്യ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോയവളില്ലേ അവള് കല്യാണിയുടെ അമ്മാവൻ ആഗ്രഹിക്കുന്നു എന്ന് മോക്ക് തോന്നുന്നുണ്ടോ? ആ കുഞ്ഞിനോട് എന്തെങ്കിലും സ്നേഹമുണ്ടെന്ന് മോള് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോടാ എന്ന് ഹരിയോടും ചോദിക്കുന്നു. ഇല്ല, അവളുടെ ഉള്ളിൽ സ്വത്ത് കിട്ടണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. കണക്ക് പറയേണ്ട താല്പര്യം മാത്രമേ ഉള്ളൂ. അവക്ക് വേണ്ടി ജീവിതം ഇല്ലാണ്ടാക്കിയവനാണിവൻ. ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് തോന്നി. എടാ, അമ്മാവൻ ചെയ്തു പോയത് തെറ്റാണെങ്കിൽ എൻ്റെ മോനെ എന്നെ ശപിച്ച് എന്നെ ഇല്ലാണ്ടാക്കിക്കോ എന്നൊക്കെ അമ്മാവൻ പറയുമ്പോൾ സുജാത രാമകൃഷ്ണേട്ട എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. സുജാതെ, ആർക്കെങ്കിലും എന്നെ കുറ്റപ്പെടുത്താൻ തോന്നിയാലും ദൈവത്തിന് മുന്നിൽ ഞാൻ ചെയ്തതിന് ഒരു നീതിയുണ്ട്. നിത്യ സുജാതയോട് പറയുന്നുണ്ട്, അമ്മ ഏത് ദുരന്തത്തിൽ നിന്ന് അമ്മ എന്നെ രക്ഷിച്ചതെന്ന്. എന്തിൻ്റെ നടുവിലാണ് അമ്മ ഇപ്പോൾ എന്നെ നിർത്തിയിരിക്കുന്നത്? അമ്മാവൻ പറയുന്നു, മോളെ, ഇനി കുഞ്ഞുങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. അവർ മനസ്സ് നിറഞ്ഞാണ് നിങ്ങളെ കാണുന്നത്. നമുക്ക് എല്ലാവർക്കും അവരുടെ മുന്നിൽ ഈ കളി തുടരാം. അതെ, അമ്മാവനെ പറയാനുള്ളൂ എന്ന് അമ്മാവൻ പറയുന്നുണ്ട്. ജീവനിപ്പോൾ അമ്മയെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്, കയ്യിൽ ഫോണും. അമ്മ വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് നിത്യ പറയുന്നു. ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത്? വാ അമ്മ എന്നൊക്കെ നിത്യ പറയുന്നുണ്ട്. ആ സമയം അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ആദിയും കല്യാണിയും അവിടെ എത്തി. ഒരു സർപ്രൈസും കൂടി ഉണ്ട് ബാക്കി. എൻ്റെ സർപ്രൈസ് എന്ന് നിത്യ ചോദിക്കുന്നു. അതൊക്കെയുണ്ട് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അവിടെ ഒരു കേക്ക് വെച്ചിരിക്കുകയാണ്. ഇനി മണവാളനും മണവാട്ടിയും കേക്ക് മുറിക്ക് എന്ന് കല്യാണി പറയുന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ടെങ്കിലും നിത്യയ്ക്ക് ആ സന്തോഷമൊന്നുമില്ല. കേക്ക് മുറിക്കാനായിട്ട് നിത്യയും ഹരിയും ഒരുമിച്ച് തന്നെ കത്തിയെടുക്കുന്നുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് തന്നെ കേക്ക് കട്ട് ചെയ്യുന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടെ കൈയടിച്ചു. ഇനി അച്ഛൻ ടീച്ചറിനും ടീച്ചർ അച്ഛനും കേക്ക് കൊടുക്കുന്ന കല്യാണി പറയുന്നു. കുട്ടികളുടെ നിർബന്ധപ്രകാരം കേക്ക് എടുക്കുകയാണ് നിത്യ. നിത്യയുടെ കയ്യിൽ നിന്നും കുറച്ച് കേക്ക് ഹരി എടുത്തിട്ട് നിത്യയുടെ നേരെ ഇങ്ങനെ നീട്ടുന്നു. നിത്യ അത് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. സന്തോഷത്തോടെ കുട്ടികൾ കൈയടിച്ചു. നിത്യ ഹരിക്കും കൊടുത്തു. ഹരിയും അത് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അച്ഛനും അമ്മയുമായി എന്ന് ആദി പറയുന്നു. വീണ വളരെ ദേഷ്യത്തോടെ ഇരിക്കുന്നു. ഇതുപോലെ തന്നെ ഈ സമയം ജീവനെയും കാണിക്കുന്നുണ്ട്. ജീവൻ ഇപ്പോൾ കയ്യിൽ ഫോൺ എടുക്കുന്നു. അമ്മയെ വിളിക്കുന്നു.
സുജാത ജീവന്റെ കോൾ വന്നതും വല്ലാത്ത ടെൻഷനായി അപ്പുറത്തേക്ക് പോകുന്നു. അമ്മ ഇത് എവിടെയാ? ഞാൻ ദേ ഈ വീടിന്റെ വാതുക്കലുണ്ട് എന്ന് ജീവൻ പറയുന്നു. ടെൻഷനോടെ വീടിന്റെ വാതുക്കലോ എന്ന് സുജാത ഇങ്ങനെ വിചാരിക്കുന്നു. അങ്ങനെ സുജാത അവരെ വരുന്നോ എന്ന് നോക്കിയിട്ട് പെട്ടെന്ന് താഴേക്ക് വന്ന് നോക്കുന്നു. അപ്പോൾ ജീവൻ അവിടെ ഇരിക്കുന്നതാണ് സുജാത കാണുന്നത്. അമ്മ ഹരിസാറിന്റെ വീട്ടിലായിരുന്നോ? വീട്ടിലാരുമില്ലേ എന്ന് ജീവൻ പറയുമ്പോൾ സുജാത പറയുന്നു, അത് ഹരിയുടെ കല്യാണത്തിന്റെ ആനിവേഴ്സറി ആയിരുന്നു എന്ന്. ഓ, ഞാൻ ഇതുവരെ അങ്ങനെ ഒരാളെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. പലതവണ ഹരിസാറിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് ജീവൻ പറയുമ്പോൾ സുജാത പറയുന്നു, അത് അവർക്ക് ജോലിയുണ്ട്, അതുകൊണ്ടായിരിക്കും കാണാത്തത്. എന്നാലും അങ്ങനെയല്ലല്ലോ എന്ന് ജീവൻ പറയുന്നു. സുജാത നന്നായിട്ട് വിയർക്കുന്നത് കൊണ്ട് തന്നെ ജീവൻ ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട്, അമ്മ വല്ലാണ്ട് വിയർക്കുന്നുണ്ടല്ലോ, എന്തു പറ്റി? ഒന്നുമില്ലെന്ന് സുജാത. അവിടെ എല്ലാവരും കൂടി നിൽക്കുമായിരുന്നില്ലേ, അതുകൊണ്ടായിരിക്കും. ഇനി ഈ സമയം അമ്മാവൻ എല്ലാവരോടും പറയുന്നുണ്ട്, ഇനിയിപ്പോൾ മോളുടെ കൈ കൊണ്ടൊരു ചായ ആകാമെന്ന്. അങ്ങനെ ഇപ്പോൾ നിത്യ അകത്തേക്ക് പോയി ചായ ഇടുന്നുണ്ട്. ഇതേസമയം താഴെ ജീവനോട് സുജാത പറയുന്നുണ്ട്, നമുക്ക് അകത്ത് കയറി ഇരിക്കാമെന്ന്. എന്നാൽ ജീവൻ പറയുന്നു, ഹരിസാറിന്റെ ആനിവേഴ്സറി ആയിട്ട് എങ്ങനെയാമ്മേ ഒന്ന് വിഷ് ചെയ്യാതെ ഞാനൊന്ന് വിഷ് ചെയ്തിട്ട് വരാം എന്ന് പറയുന്നു. അങ്ങനെ ജീവൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവരെല്ലാവരും തിരക്കിലാണെന്ന് സുജാത പറയുന്നു. അതിനെന്താ, ഞാൻ ഹരിസാറിനെ ഒന്ന് കണ്ടിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ജീവൻ അങ്ങോട്ടേക്ക് പോകുന്നു. വലിയ ടെൻഷനോടെ നിൽക്കുകയാണ് സുജാത. അങ്ങനെ ഹരിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ജീവൻ. അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഹരി കല്യാണ വസ്ത്രവുമായി ഇട്ടുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് അവിടെ നിൽക്കുന്നു. ഹരിയെ കണ്ടപാടെ പഴയതൊക്കെ ഓർക്കുകയാണ് ജീവൻ. അന്ന് ആ വയലിൽ വെച്ച് രണ്ടുപേരും കൂടി വല്ലാതെ അടി നടന്നതായിരുന്നു. ആ ഒരു സംഭവമാണ് ഇപ്പോൾ ജീവൻ ഓർക്കുന്നത്. ഹരിയുടെ മുന്നിലെത്തിയ ജീവൻ എല്ലാ കാര്യങ്ങളും, ഹരിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓർത്തു നിൽക്കുകയാണ്. എന്നാൽ ഹരിയാണെങ്കിൽ ജീവനെ കണ്ടതും പുഞ്ചിരിയോടെ തന്നെ നിൽക്കുന്നു. സുജാതയും അവിടേക്ക് വന്നപ്പോൾ ഹരി പറയുന്നു, ആൻറ്റി ഇവൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്നറിയാമോ? സാധാരണ ഒരാൾ വരുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് സ്ഥലം വിട്ട് കളയും. പക്ഷേ ഇവൻ നേരെ തിരിച്ചാ. അതുവഴി നല്ലൊരു ബന്ധമുണ്ടാക്കും, നല്ലൊരു സുഹൃത്തിനെ പോലെ തോന്നും എന്നൊക്കെ ഹരി ഇങ്ങനെ പറയുമ്പോൾ ജീവൻ സുജാതയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.